നമ്മുടെ ആരാധ്യനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എത്തുന്നുണ്ട്. മിനിസ്റ്ററെ സ്വാഗതം. സ്വാഗതം സാർ, സ്വാഗതം. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടോ? ഏതാണ്ട് എല്ലാ സ്റ്റേജിലൊക്കെ പോയി മുഴുവൻ സമയം ഇരുന്നില്ലെങ്കിലും കുറേ സമയമൊക്കെ ഇരുന്നായിരുന്നു. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ഒരു നിലവാരം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാ കലാപ്രകടനങ്ങളും നിലവാരം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അച്ചടക്കം പാലിച്ചിട്ടുണ്ട്. സമയത്തിന് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പം സമയത്തിന് തുടങ്ങാൻ സാധിച്ചെന്ന് പറയുമ്പോൾ തൃശ്ശൂർകാർക്ക് ഒരു പടക്കമുണ്ട്. കാരണം അവരെല്ലാം ഒന്ന് കാണാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നത് 8 മണിക്ക് ഒക്കെയാണ്. അപ്പോൾ ഒന്നാം ദിവസമാണെങ്കിൽ ഈ രണ്ടാം ദിവസം ഈ സ്റ്റേജ് 7:20 നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റേജ് 7:20 നിറഞ്ഞു. അവരെല്ലാം കാണാൻ വേണ്ടി വന്ന് 8 മണിക്കൊക്കെ വന്നു തുടങ്ങിയാണ്. ഇന്നലെ ആണെങ്കിൽ രാത്രി വരെ ഫുൾ സജ്ജീകരണമായിരുന്നു. അപ്പോൾ സമയത്തിന് തന്നെ എല്ലാം, സാധാരണയിലുള്ള പരാതി അതാണല്ലോ, സമയത്തിന് ഇത് തീരുന്നില്ല, ജഡ്ജസ് സമയത്ത് വരാറില്ല, കുട്ടികൾ ഡ്രസ്സ് ഇട്ട് ഇരുന്നാൽ പോലും ജഡ്ജസ് വന്നിരുന്നു. ഇതെല്ലാം ജഡ്ജസ് എല്ലാം 15 മിനിറ്റ് മുമ്പേ എന്നെ വരികയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഗൗരവമുള്ള പരാതിയൊന്നുമില്ല. സാറിന് പരാതി ഉണ്ടാവേണ്ടത് ജഡ്ജസിനെ സംബന്ധിച്ചുള്ള പരാതി ഉണ്ടാവണം. അത് എത്ര ആര് ശ്രമിച്ചാലും അത് കുറച്ച് ഉണ്ടാവും. കാരണം പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിയില്ല. അക്കോമഡേഷൻ ഏറ്റവും നല്ല അക്കോമഡേഷനാണ് ഈ പ്രാവശ്യം കൊടുത്തത് അവർക്ക്. അതായത് നമ്മൾ മെത്തയും പിന്നെ തലേണയും നമ്മളെ വീട്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അക്കോമഡേഷൻ കൊടുത്തു. ട്രാൻസ്പോർട്ട് സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് പോയത്. ഇതിന് എല്ലാം ഒരു കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. എല്ലാ അധ്യാപക സംഘടനകളുടെയും, പ്രത്യേക രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ അധ്യാപക സംഘടനകൾക്ക് ഓരോന്നിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തു. ആ അധ്യാപക സംഘടനകളെല്ലാം എന്നോട് മന്ത്രി എന്ന നിലയിൽ പൂർണ്ണമായി സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചെറിയ അധ്യാപക സംഘടന ഉണ്ടായിരുന്നു, വലിയ അധ്യാപക സംഘടന ഉണ്ടായിരുന്നു. എല്ലാവരും തുല്യ ഇതായിട്ട് തന്നെ ഒരു പങ്കാളിത്തം കൊടുക്കുകയും ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു. അവരെല്ലാം എത്രയോ ദിവസമായി അവരെല്ലാം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്. ചെറിയ അധ്യാപക സംഘടനയൊക്കെ ആണെങ്കിൽ ഒരു കുറേ ആൾക്കാർ കൊണ്ടുവരേണ്ടി വരുമല്ലോ. അതെല്ലാം നടന്നു. എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 64ാമത് മേള എന്ന് പറയുന്ന 1-2 ചരിത്രവും കൂടെ സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്ന് സിയായ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു അനുവാദം, പ്രത്യേക അനുവാദം കൊടുത്തത്, ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്, പ്രത്യേക അനുവാദം വേണ്ടി കൊടുത്തത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കാരണം അത് മന്ത്രിയുടെ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ആ കുട്ടി A ഗ്രേഡ് മാർക്കും കിട്ടി. കുട്ടിയുടെ കത്ത് ആണ് വളരെ വേദനാജനകമായ, മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുള്ള കത്ത്. ഞാൻ ഡോക്ടറോട് ഞങ്ങൾ സംസാരിച്ചു. ഡോക്ടർമാരും അത് ശരിവെച്ചു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിയമം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിയമം, അല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണല്ലോ നിയമം. അപ്പോൾ എന്താ വരട്ടെ എന്ന് പറഞ്ഞ് അതിലൊരു ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത്. കപ്പ ആര് കൊണ്ടുപോകും? അത് ഏറ്റവും പോയിന്റ് കിട്ടിയ ആൾ കൊണ്ടുപോകും. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം ഏതാ? എനിക്കില്ല അങ്ങനെ ഒരു കലാരംഗത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കലാപരമായ കഴിവൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് പിന്നെ ഡാൻസ് ഇഷ്ടമാണ്, ഗ്രൂപ്പ് ഡാൻസ് ഇഷ്ടമാണ്, കഥാപ്രസംഗം ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്. പാട്ട് പാടോ? മന്ത്രിക്കുള്ളിൽ ഒരു കലാകാരനായ ഇല്ല, രാമേന്ദ്രൻ കണ്ണപ്പള്ളി പാടും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പരിപാടി നിയമസഭയ്ക്ക് അകത്തുണ്ടായിരുന്നു. നിയമസഭാ പുസ്തകോത്സവത്തോട് അനുബന്ധിച്ച് അന്നും അദ്ദേഹം ഒരു പാട്ട് പാടി. അതെ, അദ്ദേഹം ഒരു ഗായകനാണ്. പിന്നെ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു ഈ ജഡ്ജസിനെ കുറിച്ച് പ്രത്യേകിച്ച് പരാതികളൊന്നും വന്നില്ല. അന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പവനിയിൽ ഈ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയുടെ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പല കുട്ടികളും നന്നായിട്ട് ജില്ലാ തലത്തിലൊക്കെ പെർഫോം ചെയ്തവർ അവർ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല. മാത്രമല്ല ഈ ഫീൽഡിൽ പ്രാവീണ്യം ഇല്ലാത്തവരെ ജഡ്ജസ് ആക്കി എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. വെറുതെ എല്ലാ വർഷവും ഉള്ളതാണ്. അതെല്ലാ വർഷവും ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞും ടീച്ചർമാരെന്ന് പറഞ്ഞും കിട്ടാത്തവരിത് പറയുന്നതാണ്. നമുക്കൊരു ലിസ്റ്റുണ്ടല്ലോ, 3 വർഷം തുടർച്ചയായിട്ട് 3 പ്രാവശ്യം ഇരുത്തുള്ളൂ. പിന്നെ ഒരു ഗ്യാപ്പാണ് വരുന്നത്. ഇതൊരു വിജിലൻസ് നിരീക്ഷണത്തിൻ്റെ പുറത്താണ്. ഇവരുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം പരസ്യമായിട്ട് വായിക്കുകയാണ്. പിന്നെ ഓരോരുത്തരും പറയുന്ന അനുസരിച്ചുള്ള ജഡ്ജസ് നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്കാരും പറ്റില്ല. നമ്മളൊരു അങ്ങനെ പൊതുവിൽ ഒരു പരാതി വന്നിട്ടില്ല. അപ്പീലിന് ഈ പൈസ തന്നെ കൊടുക്കണം, പണം എണ്ണിക്കൊടുക്കണം എന്നുള്ള ഇപ്പോൾ ഈ ജിപേയുടെ കാലമൊക്കെയാണ്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ട് പലരും പറഞ്ഞു. ഇനിയുള്ള കാലത്ത്, ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ കേരളത്തിലെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. ചില നിയമ നിർമ്മാണങ്ങൾ ആവശ്യമാണ്.
ഈ മാനുവലിൽ ചില പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഞാൻ കുറച്ച് പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കലോത്സവത്തിൽ അതെല്ലാം കൊണ്ടുവരും. കുറെ കൂടി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ? എന്താണ് അടുത്ത സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എന്താണ് നമുക്ക് മാറ്റം എന്നുള്ള നിലയിൽ കൂടുതൽ അനുഭവവേദ്യമാകാൻ പോകുന്നത്? അതൊരു സമിതിയെ വെച്ച് പഠിച്ച ശേഷം അവരുടെ റിപ്പോർട്ടും കൊണ്ട് തേടിയ ശേഷം പറയാൻ പറ്റും. ഒരു പൊതുവിൽ സമഗ്രമായ ഒരു ആഴ്ചവഴി വർത്തമാന കാലഘട്ടത്തിൽ ആവശ്യമനുസരിച്ച് വേണ്ടി. ഇപ്പം നോക്കൂ, ഈ ഉദാഹരണം ഇപ്പോൾ കർട്ടൻ വലിക്കുന്നത് ഒരു കുട്ടി നിന്നാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിറ്റെന്ന് വരെ. ഇപ്പം നമുക്ക് മോഡേൺ രീതി ഉണ്ടല്ലോ, ഒരു സ്വിച്ച് അമർത്തിയാൽ കർട്ടൻ പോവുകയും താങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അത് മുതൽ ഞാൻ ഏറ്റവും ചെറിയൊരു കാര്യം പറഞ്ഞു, അത് മുതൽ പല കാര്യങ്ങളിലും മാറ്റം വരുത്തേണ്ടതായിട്ടാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ ഒരു എക്സ്പെർട്സ് ഒരു നിർദ്ദേശം വച്ച ശേഷം ഞാൻ അതിൻ്റെ പുറത്ത് അഭിപ്രായം പറയാം. എനിക്കറിയാൻ പറയാൻ വേണ്ടി. ഈ ഒരു രാഷ്ട്രീയം ചോദിക്കുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. ഈ എന്തായാലും കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അല്ലേ? എന്താണ് മന്ത്രിയുടെ പ്രതീക്ഷകൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും ഒരു 110 സീറ്റ് നേടി അധികാരത്തിൽ വരും. 110. അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് പോകില്ല. BJPക്ക് അക്കൗണ്ട് നിയമത്തിലൂടെയാണ് ഓപ്പൺ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. നേമത്ത് വീണ്ടും മത്സരിക്കുകയോ? ഇല്ല, അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ച പോലെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റില്ല. മത്സരിക്കുന്നു പറഞ്ഞാലും കുഴപ്പമാണ്, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമാണ്. അവിടെ രാജഗോപാൽ സാറുമായിട്ട് ഞാൻ മത്സരിച്ച് ഞാൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്മൻ രാജ് സാറുമായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അവിടെ ജയിച്ചിട്ടുള്ള അവസരത്തിലൊക്കെ തന്നെ അതൊരു വലിയ വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയെ സർക്കാരിനെയും പ്രതികൂട്ടിലാക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയ്ക്കാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കൊന്നും CPM-നോ ഗവൺമെൻറ് എന്താ ഉത്തരവാദിത്തം ഉള്ളത്? അത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കിട്ടി ആരായിരുന്നാലും. ഏറ്റവും ഒടുവിൽ ഒരു ജനങ്ങളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തല്ലോ, രാജീവ് തന്ത്രിയെ. എന്തിനാ ഈ BJP നേതാക്കന്മാർ എന്തിനാ ഐക്യമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ പോയി? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. സാറ് പറഞ്ഞല്ലോ സർക്കാരിന് ഉത്തരവാദിത്വം CPM-ന്, അതെങ്ങനെ പറയാൻ പറ്റും? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് തിന്ന നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആ ദേവസ്വം. ലോകത്ത് തന്നെ അതെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, അതാരായാലും ശിക്ഷിക്കപ്പെടട്ടെ. തീർച്ചയായും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്തതുകൊണ്ടാണല്ലോ പത്മകുമാർ ജയിലിനകത്ത് കിടക്കുന്നത്. എന്തിനാ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ BJP നേതാക്കൾ അവരെ വീട്ടിൽ പോയത്? പക്ഷെ പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല. നടപടി അയാളിപ്പോ ഒരാൾ FIR ഇട്ടെന്ന് വിചാരിച്ചിട്ട് കുറ്റവാളിയാവുന്നില്ലല്ലോ. അങ്ങനെ പറിച്ചോ? ഈ തന്ത്രിയെ പോലെ എത്രയോ കാലങ്ങളായിട്ട് അയ്യപ്പനെ സേവിക്കുന്ന ഒരു വ്യക്തി ഇത്തരമൊരു എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് കരുതുന്നുണ്ടോ? ഏത് വ്യക്തിയായിരുന്നാലും സ്വർണ്ണക്കൊള്ളയ്ക്കും ഇപ്പോൾ ശബരിമല നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്കും കൂട്ടുനിന്നിട്ടോ പിന്നെ എല്ലാവരും ജയിലിലാക്കണം. ജയിലിലാക്കണം, പിന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ശക്തമായ നിലപാട് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുട്ടികളോട്, യുവതലമുറയോട് ഉത്തരവാദിത്തമുള്ളവരുമായി കലാരംഗത്തും കായിക രംഗത്തും അക്കാദമി രംഗത്തും പ്രവർത്തിക്കുക, ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോവുക, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ആശയം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം യു ആർ സാറ്റിസ്ഫൈഡ്? ഇല്ല, ഞാൻ വേറെ സംതൃപ്തി പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ആ സ്കൂൾ ബാഗിന്റെ തീരുമാനമൊക്കെ വളരെ നന്നായി ജനം പറയണം. കുട്ടികൾക്ക് സന്തോഷമാണ് അത്. ശരി, അപ്പം മിനിസ്റ്റർ താങ്ക് യു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ശക്തമായ നിലപാട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉപ്പ് തിന്നവർ അതാരായാലും വെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞത്. കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പുള്ളിയെ നമ്മൾ കൊണ്ട് ചെന്നെത്തിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് സ്കൂട്ടായത് അല്ലേ? അതെ, പ്രത്യേകിച്ച് ചേട്ടന് ചില ചോദ്യങ്ങൾ.